അപ്പം ഞാനും തയ്യാറാക്കിയ വയറ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്, അതേ എണ്ണയിൽ തന്നെ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചിൻ്റെ എണ്ണയിൽ തന്നെ നമ്മൾ മസാല തയ്യാറാക്കുന്നുണ്ട്. അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി, തൈര്, ചെറുനാരങ്ങ, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇതിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നതിനൊക്കെ വഴറ്റി കൊടുക്കുക. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മസാലയായിട്ട് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ സാധാ മസാലകൾ ചേർത്ത് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള നെയ്ച്ചോറ് തയ്യാറാക്കാം. ഞാൻ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുത്തിട്ടാണ് ഹോൾ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിക്ക് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. ജീരകശാല അരി തന്നെ വേണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് അങ്ങനെ തയ്യാറായി. നമ്മൾ മസാലയ്ക്ക് ചോറിട്ട് കൊടുത്ത് ഒരു 10-20 മിനിറ്റ് ദമ്മിട്ട് കൊടുത്താൽ നമ്മളെ ബിരിയാണി റെഡിയായി. അപ്പം എനിക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പൊരിച്ച കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂടി വെച്ചാൽ ഒരു 10-20 മിനിറ്റ് നമ്മളെ എന്താ പറയുക വയറൽ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. മറ്റേ ബിരിയാണിൻ്റെ മാതിരി കണ്ട കുറേ സംഭവങ്ങളോ അതൊന്നും വേണ്ട. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം തയ്യാറാക്കി നോക്കുക.